ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു ആൺകുട്ടിയും പുരുഷനും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില ഫീമെയിൽ സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലെ മോഡേൺ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് അതുപോലെ മറ്റ് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കഴിയുമെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യുക. ആദ്യം മോഡേൺ റിലേഷൻഷിപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാം. ഇപ്പോഴത്തെ മോഡേൺ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു കാഴ്ചപ്പാടിൽ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകൾ അവരുടെ ഇമോഷണലിയും അതുപോലെ ബേസിക്കുമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിവുള്ള പുരുഷന്മാരെ ആയിരിക്കും അവരുടെ പാർട്ട്ണറായിട്ട്, പ്രത്യേകിച്ചും ലൈഫ് പാർട്ട്ണറായിട്ട് അവർ ചൂസ് ചെയ്യും. ഒരു പുരുഷനുമായിട്ടുള്ള പരിചയത്തിൽ ഒരു സ്ത്രീ അവനിൽ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഹൈ വാല്യൂ, അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അട്രാക്ഷന് വേണ്ടി മാത്രമാണ്. അതിൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രാധാന്യം ഉണ്ടാവത്തില്ല. ആ പെണ്ണിനെ അട്രാക്റ്റ് ചെയ്ത അയാളുടെ ആ മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈല് ഒരു റിലേഷൻഷിപ്പിൻ്റെ സമയത്തും അയാൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു സ്ത്രീ തീർച്ചയായിട്ടും പരിശോധിക്കും. അയാൾക്ക് അതിന് പറ്റുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അയാളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് അവർ തയ്യാറാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മോഡേൺ കാലഘട്ടത്തിൽ ഒരു പുരുഷൻ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുൾ ആവേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ ഇൻഡിപെൻഡൻറ്റുമാണ്. സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് അവർ പ്രാപ്തരാണ്. അപ്പോൾ അവരുടെ ബേസിക് ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ട് സത്യത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ ഒരു സ്ത്രീ അന്വേഷിക്കുന്നത് അവരുടെ ഇമോഷണലായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിവുള്ള പുരുഷന്മാരെ ആയിരിക്കും. ചില ഫാമിലീസിനെ നിങ്ങൾക്കറിയുമായിരിക്കും, അതായത് ഭർത്താവിന് ജോലി ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അത്യാവശ്യം നല്ലതായിരിക്കും. ഇവിടെ ആ റിലേഷൻഷിപ്പിൻ്റെ സക്സസിൻ്റെ കാരണം ആ ഭർത്താവ് നല്ലൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിയാണ്, അതുപോലെ ആ ഭാര്യ കുടുംബം നോക്കുന്ന ഒരാളോടാണ്. ഇവിടെ ആ കുടുംബത്തിൻ്റെ കാര്യവും അതുപോലെ ആ സ്ത്രീയുടെ സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വെൽ ബാലൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു ജീവിതം, ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് പോകുന്നത്. പക്ഷേ എങ്ങനെ ഇരുന്നാലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിരിക്കണം, അവന് നല്ല ജോലിയും ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യലി അവൻ സ്റ്റേബിളുമായിരിക്കണം. എല്ലായ്പ്പോഴും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ബലത്തിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇപ്പോഴത്തെ പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും ഒരു മികച്ച ലൈഫ് സ്റ്റൈലിൻ്റെ, ഒരു സക്സസ്ഫുള്ളായ ലൈഫിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസും കൂടി അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു മികച്ച റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതും സക്സസ്ഫുള്ളായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പറയുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.